അത് യഹൂദനായിരുന്നോ? ഈസ യഹൂദനായിരുന്നോ? ഈസ യഹൂദനായിരുന്നു, അതുകൊണ്ടാണ് ഓക്കെ. പരിച്ഛേദന ചെയ്തത്. ഓക്കെ. യഹൂദനായിരുന്നു അല്ലേ? യെസ്, അതെ അതെ. ഓക്കെ. ഓക്കെ. ഈസായ്ക്കും ഖുറൈശികൾക്കും തമ്മിൽ എന്താണ് ബന്ധം? ഈസയ്ക്കും ഈ ഖുറൈശികളുടെ ഖുറൈശികൾക്ക് പരമ്പരയിൽ പ്രവാചകൻ വന്നു. ഏത് പരമ്പരയില്? ഖുറൈശി പരമ്പരയിൽ ഉം. ആര് ആര് വന്നു? ഈസയാ? മുഹമ്മദ് നബി. മുഹമ്മദ് നബി. ഓക്കെ. ഞാൻ ചോദിച്ചത് ഈസയെ പറ്റി. ഈസ സ്വന്തം ഭാഷ സംസാരിച്ച് സ്വന്തം ആൾക്കാരിലേക്കാണ് അയക്കപ്പെട്ടത് അല്ലേ? അതെ, ഇസ്രായേലിലേക്ക് കാണാതായ ആട്ടിൻകുട്ടികളിലേക്കാണ് ഈ അത് യേശുവിനെ വിട്, അയച്ചത്. അത് വിട്, അത് വിട്. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം അതായത് പറയാ. ആ, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഈസ അയച്ചത് ഇസ്രയേലിലേക്കാണ്, കറക്റ്റ്? അതെ അതെ, ഓരോ ദേശത്തേക്കും ഓക്കെ. ഒരു പ്രവാചകൻ. ഓക്കെ. അപ്പൊ ഈ ഇസ്രയേലിലുള്ള എത്ര പ്രവാചകന്മാരെ താങ്കൾക്കറിയാം? യഹൂദന്മാരായ ഇസ്രയേലിലേക്ക് പോയ എത്ര ഒരുപാട് പേരുണ്ട്. പ്രവാചകന്മാരെ താങ്കൾ? ജേക്കബുണ്ട്, ആ. ഇസ്ഹാക്ക്, എല്ലാ പരമ്പര കൂടുതലും ആ ഭാഗത്താണ്. ഓക്കെ. ഓക്കെ. ആ, മോശ. സിറിയയിലേക്ക് പോയ ആരെങ്കിലും അറിയാമോ? ഏ സിറിയ. സിറിയയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഓരോ ദേശത്തേക്കും പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സിറിയയിലേക്ക് ആരെയാണ് അയച്ചത്? സിറിയയിലേക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. എങ്കിലും മിഡിൽ ഈസ്റ്റ് ഉം. ആണ് കൂടുതൽ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ. സിറിയയിലേക്ക് പോയ ആളെ പറ്റി അറിയില്ല അല്ലെ? ഇല്ല, ഓക്കെ. എന്നാ ഓർമ്മയില്ല. ഈജിപ്ത് അറിയാമല്ലോ. ഈജിപ്തിലേക്ക് പോയ മോശയാണ്, അള്ളാഹു മോശ. അയച്ച മോശ. മോശ ഈജിപ്തിലേക്കാ? ഈജിപ്തിൽ നിന്നാണ് വരുന്നത് കാനാൻ ദേശത്തേക്ക്. ഈജിപ്തിലേക്ക് അയച്ച പ്രവാചകൻ ഈജിപ്ഷ്യൻസിന് വേണ്ടി അവരുടെ ഭാഷയിലാണോ അയച്ചത്? അല്ലല്ല, അങ്ങനെ ഭാഷ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ മാഡം. ഉം. അല്ല, താങ്കളല്ലേ പറഞ്ഞത് ഓരോ രാജ്യത്തേക്കും അതാത് ഭാഷയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ ഈജിപ്ഷ്യൻസിന് വേണ്ടി അയച്ച ഈജിപ്ത് ഭാഷ സംസാരിക്കുന്ന പ്രവാചകൻ ആരാണ്? താങ്കൾക്കറിയാമോ? ഭാഷ സംസാരിക്കുന്ന അറിയില്ല. മോശ ഈജിപ്തിലുണ്ടായിരുന്നു. ഓക്കെ. പേർഷ്യയിലേക്ക് അയച്ച പ്രവാചകൻ ആരാണ്? ഏതാണ് പേർഷ്യ. മാഡം? പേർഷ്യ പഴയ പഴയ പേരല്ല, ഇറാനാണ് ഇപ്പോഴത്തെ പേര്. അന്ന് പഴയ പേര് പണ്ടായിരുന്നല്ലോ, പേർഷ്യ. ആ, അത് ഇറാനാണ്. ഉം. അപ്പോ പേർഷ്യയിലേക്ക് അയച്ച പ്രവാചകന്റെ പേര് പറയൂ. ഇറാൻ എന്ന് പറയുമ്പോൾ പേർഷ്യ പഴയത് ഏത് ഭാഗം വരുമെന്ന് അറിയാൻ വയ്യ മാഡം. ഈ പറയുന്ന അറിയപ്പെടുന്ന പ്രവാചകരെല്ലാം അവിടെ തന്നെയാണ്. എവിടെ? പേർഷ്യയില? യാക്കോബ്, ഇസ്മായില്, ഇസാക്ക് എല്ലാം ആ ഭാഗത്ത് തന്നെ. ഏത് ഭാഗത്ത്? എവിടെയാണ്? മിഡിൽ പേർഷ്യൻ ഈസ്റ്റില്. ഭാഷ സംസാരിക്കുന്ന ഓരോ പ്രവാചകനെയും ഓരോ പേർഷ്യൻ ഭാഷ. രാജ്യത്തേക്കും അയക്കുന്നത്, പറയുന്നത് കേട്ടു, ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ ചോദിക്കുന്ന കാര്യം. ഓരോ ഭാഷയെ ആ രാജ്യത്തേക്കും അതാത് ഭാഷ സംസാരിക്കുന്ന പ്രവാചകനെയാണ് അയച്ചിട്ടുള്ളത്. ആ, അപ്പൊ ഇസ്രായേലിലേക്ക് അയച്ച പ്രവാചകന്മാർ അവര് ഹീബ്രു മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അവര് പേർഷ്യയിലേക്കും അവര് മറ്റ് സിറിയയിലേക്കും ഒന്നും പോയിട്ടില്ല. കറക്റ്റ്? ആ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ 1,24,000 പ്രവാചകന്മാരിൽ ആരുടെയെങ്കിലും ഒരു 4 പേരുടെ പേരും അവർ പോയ രാജ്യവും അവർ സംസാരിച്ച ഭാഷയും പറയാമോ? ഇല്ല, അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം ആഫ്രിക്കയിൽ പോയിട്ടുണ്ടാവും, ഇന്ത്യയിൽ പോയിട്ടുണ്ടാവും. അതൊന്നും ആർക്കും ആ, അറിഞ്ഞൂടല്ലോ. ആ, ഉണ്ടാകും ഉണ്ടാകും ഉണ്ടാവും. ഉണ്ടാകും അവിടെ നിന്ന് തീർച്ചയായിട്ടും. മുസ്ലിം ഇന്ത്യയിലെ മതങ്ങൾ. ഇന്ത്യക്കാര് കുറേ ചരിത്രങ്ങളൊക്കെ ഇന്ത്യക്കാരുടെ ഇന്ത്യയിൽ മുമ്പ് വന്നെന്ന് നിലവിലുണ്ട്. പറയുന്നത് ജീസസിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്. ജീസസ് കാശ്മീരി വന്നതായിട്ടൊരു ഒരിതുണ്ട്. ഓഹോ, ഉണ്ടോ? അങ്ങനെ ആ, ഉണ്ടോ? അങ്ങനെ ബുക്കുണ്ട്. ആ, ഇന്ത്യയിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് അവരുടെ ഈസയാണോ? ഈസയാണോ വന്നത്? ഈസ 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 അത് തന്നെയാണ് യേശു. ആണോ? നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിലുണ്ടോ? പുസ്തകത്തിലല്ല, ഈ ഒരു ആ. ഒരു പബ്ലിക്കേഷൻസിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് അവര് ആ. യോഗ പഠിക്കുന്നതായിട്ടൊക്കെ ഉള്ളൊരു ഒരു ഓഹോ. സംഭവമുണ്ട്. ആ, അതൊക്കെ വിശ്വസനീയമാണല്ലേ? വിശ്വസനീയമല്ല. ലോസ്റ്റ് ഇയേഴ്സ് വരുമ്പോഴത്തേക്ക് ഒരു തെളിവും പറയാത്തത് കൊണ്ട് പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 12 മുതൽ ഏത് ലോസ്റ്റ് ഇയേഴ്സ്? ഏത് ലോസ്റ്റ് ഇയേഴ്സാ പറയുന്നത്? ഈസയ്ക്ക് ജീസസിന്റെ ലോസ്റ്റ് ഇയേഴ്സ് ഉണ്ടായിരുന്നു? അല്ല, യേശുവിന്റെ ലോസ്റ്റ് ഇയേഴ്സ് ഇല്ലേ? 12 മുതൽ യേശു 29 വരെ. ബൈബിളിലല്ലേ? യേശു ബൈബിളിലല്ലേ? അതൊക്കെ കൈകടത്തപ്പെട്ട പുസ്തകമല്ലേ? നമ്മൾ അതിലേക്ക് പോവുകയേ വേണ്ട. അല്ല, ഇവിടെ നമ്മൾ യേശു ചോദിക്കുന്നത്, ഒന്നാണെന്ന് രണ്ടാം വത്തിക്കാൻ കോൺഗ്രസ് 2.5 വർഷം എടുത്ത് അതവര് ഓക്കെ ആക്കിയിട്ടുണ്ടല്ലോ.
പിന്നെ അത് കൺഫ്യൂഷൻ വേണ്ടല്ലോ. വത്തിക്കാനൊക്കെ വിട്, അതൊന്നും ബൈബിള് അത് സഭ പറഞ്ഞിരിക്കുന്നതല്ലോ. രണ്ടര ബൈബിള് വർഷമായിട്ട് കത്തോലിക്ക സഭയുടെ പ്രമേയമല്ലേ മാഡം അത്? അവര് പഠിച്ചിട്ടല്ലേ എത്രയോ ചർച്ചയായിട്ട്. കത്തോലിക്ക സഭ പറയുന്നത് പ്രമാണമല്ല, ക്രിസ്ത്യാനികൾക്ക് അവര് ഈ പ്രമാണമല്ല അത്. വിഷയമാണ് ബൈബിളാണ്. പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. ബൈബിളിലേക്ക് ആദമേ അവിടേക്ക് നിങ്ങൾ വത്തിക്കാനിലേക്ക് ഒന്നും ഇപ്പൊ പോകണ്ട. ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതിയല്ലേ രണ്ടാം വത്തിക്ക കൗൺസിൽ ഇടയ്ക്ക് പ്രമേയം. ഒരു സംസാരിച്ചൊന്നും താഴെ വിടും കേട്ടോ. മര്യാദക്കാണെങ്കിൽ ചോദ്യം കേട്ടിട്ട് സംസാരിക്കുക. ഓൾറൈറ്റ്. ഞാൻ ചോദിച്ച ചോദ്യം ഇറാനിലേക്കോ സിറിയയിലേക്കോ ഈജിപ്തിലേക്ക് അവനവന്റെ ഭാഷയിൽ അയച്ച ഏതെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയിലേക്കെങ്കിലും അയച്ച ഒരു പ്രവാചകന്റെ പേര് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല. യു ഡു നോട്ട് നോ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വാദം പറയുന്നത്, ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയുക. ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയുക. അതുവരെ മ്യൂട്ട് ചെയ്തിരിക്കുക. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. മ്യൂട്ട് ചെയ്യൂ. വെരി ഗുഡ്, ഗുഡ് ബോയ്. അപ്പോ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ബൈബിളിലുള്ള പേരുകൾക്ക് അല്പസ്വല്പം രൂപഭേദം വരുത്തി ഖുറാനിൽ എഴുതുക അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് 1,24,000 പേരെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു നമ്പറാണ്. ഒരു 100 പേരുടെ പേരെങ്കിലും എഴുതണമായിരുന്നു. ഞാനൊരു 4 പേരുടെ പേരാണ് ചോദിക്കുന്നത്. തൊട്ടടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അറേബ്യയുടെ തൊട്ടടുത്താണ് ഈജിപ്ത്. ഈജിപ്തിലേക്ക് ഈജിപ്ഷ്യൻ ഭാഷയിൽ, അല്ലെങ്കിൽ സിറിയയിലേക്ക് അവരുടെ ഭാഷയിൽ, അല്ലെങ്കിൽ നോർത്തിൽ കിടക്കുന്ന ഇറാൻ അവിടേക്ക് അവരുടെ ഭാഷയിൽ അയക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ? ആ ഭാഷ സംസാരിച്ച പ്രവാചകന്റെ ഒരു പേര് ഞാൻ ചോദിക്കുകയാണ്. വൺ നെയിം. ക്യാൻ യു ഗിവ് മീ വൺ നെയിം? 25 പ്രവാചകരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ എവിടാണ് വന്നിരിക്കുന്നതെന്ന് വേദഗ്രന്ഥത്തിൽ പറയാത്ത സ്ഥിതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഓ, അങ്ങനെയാണല്ലേ. അതെ. അപ്പൊ അള്ളാഹു ഈ 1,24,000 പേരും അത്രയും രാജ്യങ്ങളും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു പക്ഷെ അത് സത്യമായിരിക്കാൻ സാധ്യതയില്ല. ആം ഐ കറക്റ്റ്? അതിപ്പോ ഇത് കണക്കാ. ബൈബിളിലെ നോഹ് നബിക്ക് 940 വയസ്സുണ്ടെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുവോ? ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക 940 വയസ്സ്. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ, ജീവിക്കും. വെയിറ്റ് എ മിനിറ്റ്. ആദ്യം മ്യൂട്ട് ചെയ്യൂ. ഇപ്പൊ ഇത്രയും സമയം കൊണ്ട് താങ്കൾ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ബൈബിളിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചപ്പോ ഒന്ന്, ഈസാ നബിയെ കാശ്മീരിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇപ്പോ നൂഹ് നബിക്ക് 940 വയസ്സ് വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഒരു പ്രവാചകന്റെ പേര് ചോദിച്ചപ്പം അതിന് ഉത്തരം കാണാൻ താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ യു ജസ്റ്റ് സേ ഐ ഡോണ്ട് നോ, ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ഖുറാൻ. അത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? മാഡം, ഖുറാനിൽ എഴുതാത്തോണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. വന്നിട്ടുണ്ടാവും, പക്ഷെ അവരെ പേര് എഴുതിയിട്ടില്ല. അത്രേ ഉള്ളൂ. ഒരു പ്രവാചകനും കടന്നു വരാത്ത ഒരു സമുദായവും എന്നിൽ നിന്ന് പോയിട്ടില്ലെന്ന് പറയുമ്പോൾ ഇന്ത്യയിലും പ്രവാചകർ വന്നിട്ടുണ്ട്. പക്ഷെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളവർ. പേര് 25 പേരുടെ പേരേ ഉള്ളൂ. 25 പേരുടെ പേരും -1 അതെല്ലാം ബൈബിളിലുള്ളതല്ലേ സാറേ, ഒരു പരമ്പര പറയാൻ പറ്റുമോ? യഹോവയുടെ പരമ്പര അവസാനത്തെ ഇതല്ലേ. ഇപ്പൊ എന്റെ തലമുറ, എന്റെ വാപ്പ അങ്ങനെ പറയുമ്പം ഒരേപോലെ അല്ലേ വരത്തോളൂ. ആദം ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചു, ഖുറൈശികൾക്കും യഹൂദന്മാർക്കും എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ലാന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പൊ പറയാണ് പരമ്പരയുണ്ടെന്ന്. യഹോവ എന്ന നാമം നിങ്ങളുടെ ഖുറാനിൽ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും? ഇല്ല, പറഞ്ഞിട്ടില്ല. അതുപോലെ അതായത് 3 ദൈവങ്ങളെ ആക്കി മാറ്റി 3 പേരെ ആരാധിച്ചു തെറ്റാന്ന് പറയുന്നതിനകത്ത് ദൈവം, പരിശുദ്ധാത്മാവ്, പുത്രൻ എന്നുള്ള രീതിയിലാണ് ആ 3 ദൈവങ്ങളാക്കി അവർ മാറ്റിയെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിലേക്ക് നിൽക്കൂ. ഇവിടെ ഖുറാനാണ് വിഷയം. ഖുറാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1,24,000 പ്രവാചകന്മാരുണ്ടായിരുന്നു. അവനവന്റെ രാജ്യത്തേക്ക് അവനവന്റെ ഭാഷയിലേക്ക് അയച്ചു എന്ന് പറയുന്നതല്ലാതെ അതിനൊരൊറ്റ തെളിവും ഖുറാനിലില്ല. അപ്പൊ എന്റെ കൺക്ലൂഷൻ ഇതാണ്: ഖുറാനിൽ ഒരുപാട് അവകാശവാദങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുള്ളതല്ലാതെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവും, ഒരു പ്രവാചകന്റെ പേര്
അറ്റ്ലീസ്റ്റ് ഈജിപ്തിലേക്ക് പോയ ഒരാളുടെ പേര്, അല്ലെ സിറിയ അല്ലെങ്കിൽ പേർഷ്യ, ഇതൊക്കെ തൊട്ട അപ്പുറത്തൊട്ട് ചുറ്റിക്കിടക്കുന്ന രാജ്യങ്ങളാ. ഒരൊറ്റ ആളുടെ പേര് എഴുതാൻ കഴിയാത്ത ഈ ഖുറാൻ എഴുതിയ ആള്, he just was a copyist. He was only a liar and a fabricator. He did not know anything what he was talking. ഒരു കഥ വിട്ടപ്പോ അടിച്ചങ്ങ് വിട്ടു. 1,24,000 പ്രവാചകന്മാർ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലം കൊണ്ട് ഈ ലോകം മുഴുവൻ ഇസ്ലാം ആയിരുന്നേനെ. ഏകദൈവം, മുസ്ലിമിന്റെ ഏകദൈവമാണ്. ഒരു മിനിറ്റ്, ആഡം ഒന്ന് മ്യൂട്ട് ചെയ്യും. ആദം പറഞ്ഞത് കള്ളമാണ്. അവിടെ ദൈവമൊന്നും പറഞ്ഞില്ല. അയാളെ പറഞ്ഞു നിന്നെയും യഹോവയെന്ന് പറഞ്ഞിട്ടില്ല. യഹോവയെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പുള്ളി കള്ളം പറഞ്ഞതാ, കള്ളമാണ് പറയുന്നത്. പിന്നെ ഈ ഒരു രാജ്യത്തിന്റെ ഇടയിലേക്ക് 1,25,000 പേരെ വിട്ടെന്ന് പറയുമ്പോൾ എത്ര പ്രവാചകന്മാർ ഓരോ ദേശത്തേക്ക് പോയിട്ടുണ്ട്? എത്ര പേര് വെച്ച്? ഒരു 10-20 പേരെ, 20 അല്ലല്ലോ, അതിന്റെ കൂടുതൽ 1,20,000 വെച്ച് 100-300 രാജ്യങ്ങളുള്ള രാജ്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിയെടുക്കുക. അവിടെ എല്ലാം വിട്ടെന്ന് പറഞ്ഞാലും എത്ര പേര് വെച്ച്? 10-100 പേര് വെച്ച് പോയി കാണുമല്ലോ. 100 അല്ലല്ലോ, അതിനേക്കാളും ഇരട്ടി ഉണ്ടല്ലോ. അങ്ങനെ ഒരാടെ പോലും പേര് അള്ളാഹുവിനെ അറിയത്തില്ല. അള്ളാഹു ഒരു തള്ള അങ്ങ് തള്ളിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ബൈബിളിനകത്തുള്ള പ്രവാചകന്മാരെ കോപ്പി അടിക്കാനല്ലാതെ. പിന്നെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, മുഹമ്മദ് എന്തായാലും ഇസ്രായേൽ പാരമ്പര്യത്തോട് ബന്ധത്തിൽപ്പെട്ടതും അല്ല. ഞാൻ 1,20,000 പേരെ 24,000 പേരെ വിട്ടിടുമെന്ന് പറയുമ്പോൾ ഒരാളെയെങ്കിലും എവിടുന്നെങ്കിലും കായ്ക്ക് തൊടാനെങ്കിലും പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ അറിവോ ഈ മനുഷ്യൻ അല്ല ഈ ദൈവത്തിനില്ല. അപ്പൊ ഈ കള്ളങ്ങളൊന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ ദൈവത്തിന്റെ തള്ളു മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ബൈബിളിലോട്ട് ഒരു കുടുംബത്തിൽ തന്നെ പ്രവാചകരില്ലേ 3? ആഡമിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു ക്ലാരിറ്റി ചോദിക്കുമ്പോൾ, ഒരാളൊരു സംശയം ചോദിക്കുമ്പോൾ, ഖുറാനെ പറ്റി ഒരു സംശയം ചോദിക്കുമ്പോൾ ഓടി ആഡമിന് എന്തുകൊണ്ടാ ബൈബിളിലോട്ട് കയറേണ്ടി വരുന്ന ആഡമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബൈബിളിലും ഖുർആനിലും തന്നെ ഇബ്രാഹിമും ഇസ്ഹാക്കും പറയും, ഇസ്മായിലും ഒരു കുടുംബത്തിൽ തന്നെ 3 പ്രവാചകർ. അത് തന്നെയാ പറഞ്ഞേ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ ഓടി ബൈബിളിലോട്ട് കയറേണ്ടി ഇബ്രാഹിമും ഇസ്മായിലും ഒക്കെ ഖുർആനിലാണ്. ഇബ്രാഹിമും ഇസ്മായിലും ഒക്കെ ഞങ്ങളുടെ വലിയ പെരുന്നാൾ ഓർമ്മയില്ലേ സാറേ? ഞങ്ങളുടെ വലിയ പെരുന്നാൾ എന്തിന്റെ പേരില്ല? ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നാണ്. ഈ പ്രവാചകനല്ല, ഖലീലുല്ലാഹി ദൈവത്തിന്റെ കൂട്ടുകാരനാ. എന്തിന്റെ പേരില്? ഇബ്രാഹിം ബൈബിളിലുള്ള ഇബ്രാഹിം പ്രവാചകനല്ല. ഞാൻ ഇദ്ദേഹത്തോട് ആദ്യം ചോദിച്ച ചോദ്യം, ഈ ഈസാ നബി മോള് നമ്മുടെ ടോപ്പിക്കിൽ നിൽക്കാം. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസാ നബി ആരാണ്? ഇസ്ലാമിന് അറിവുണ്ടോ? അതായത് ഇസ്ലാം വിശ്വാസികൾക്ക് ഈ ഈസാ നബി ആരാണെന്ന് അറിവുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് പ്രവാചകനാണെന്നാണ്. പിന്നീട് പറഞ്ഞു ഈ ഈസാ നബി കാശ്മീരിൽ പോയിരുന്നു. അപ്പൊ ആദ്യം ആകെ ഇടയ്ക്ക് കയറരുത്. അതിവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഏതോ പൊട്ടക്കഥ ആരോ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹദീസുകളിലെ പൊട്ടക്കഥകൾ പോലെ ഒരു പൊട്ടക്കഥയാണത്. ഞങ്ങളത് എടുക്കുന്നില്ല. ഞങ്ങൾക്ക് ബൈബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വത്തിക്കാനിലേക്ക് പിടിച്ചു. കാശ്മീർ പോയി, പിന്നെ വത്തിക്കാനിൽ പോയി. എന്താ ആദം ഇത്ര കൺഫ്യൂഷൻ ആണോ? ഈസാ നബി ആരാണ്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? രണ്ടും അങ്ങനെ ഒരു വാദം വെച്ച ബുക്കുകൊണ്ട് ആരെങ്കിലും വാദം വെച്ചാൽ അതൊന്നും ഞങ്ങൾ എടുക്കത്തില്ല. ബൈബിളിൽ ഉണ്ടോ? അങ്ങനെ ഒരു ബുക്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വിശ്വസിക്കാത്തൊരു കാര്യം പറയണ്ട ആഡമേ. ആഡമിനെ വിശ്വാസമില്ലാത്ത കാര്യം ആഡം എന്തിനാ പറയുന്നത്? ആഡമിനെ ആഡം ആ എഴുത്ത് വിശ്വസിക്കുന്നുണ്ടോ? ആ എഴുത്തുകാരനെയും ആ ബുക്കിനെയും ആഡം വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പിന്നെ ആ ചാപ്റ്റർ ക്ലോസ്, അത് എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി കയറല്ലേ? ആദ്യം ആകെ കൺഫ്യൂസ്ഡ് ആണ്. അവിടുന്ന് ഇവിടുന്നും എന്തൊക്കെയോ ഇൻഫർമേഷൻ എടുത്തിട്ട്
പിന്നെ അതിന്റെ ഉള്ളിലേക്ക് ബൈബിളും കുറച്ച് കൂട്ടിക്കലർത്തി ഈ ബൈബിളില് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അതും എടുത്തുകൊണ്ട് ആകെ കൂടി ഇങ്ങനെ കൺഫ്യൂസ് ആകല്ലേ. ഒന്നുകിൽ ഖുറാനിൽ ഉറച്ചു നിൽക്കുവാണ്, ബൈബിളിലേക്ക് ചാടി കയറരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈബിൾ ഫുള്ളായിട്ട് വായിച്ചിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം നിങ്ങൾ പറയണം. അപ്പൊ നിങ്ങളിവിടെ പലതവണ വന്ന് എനിക്ക് ബ്രദറിനോട് സംസാരിച്ചിട്ടുണ്ട്. താങ്കൾ ബൈബിൾ ക്രമമായി വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന ഈസ. ആ ഈസ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ബൈബിൾ വായിക്കണം. പിന്നെ ഈസ എന്ന പേര് 25 തവണ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. അത് എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് മേക്ക് എ റിസർച്ച് പേപ്പർ, find out who is Isa in Quran and who is Jesus of the Bible. Then you do one comparative study. അങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. ഇവരും പറഞ്ഞു കാശ്മീരി പോയി എന്ന് പറഞ്ഞു, വത്തിക്കാൻ അത് പറഞ്ഞു, ഇതൊന്നും ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. വെരി ബാഡ് ഹാബിറ്റ് ഓഫ് എ സ്റ്റുഡന്റ്. വത്തിക്കാൻ പറഞ്ഞതോ അല്ല വേറെന്തെങ്കിലും അച്ഛന്മാരോ പാസ്റ്റർമാരോ പറഞ്ഞതോ അല്ല വല്ല ബിഷപ്പുമാര് പറഞ്ഞതോ ഒന്നും, ദാറ്റ് ഈസ് നോട്ട്. വി ഓൺലി ഹാവ് ബൈബിൾ. വി ഡോണ്ട് ഹാവ് ഹദീസ്, വി ഡോണ്ട് ഹാവ് ഇജ്മ, വി ഡോണ്ട് ഹാവ് മറ്റുള്ള സാധനങ്ങൾ. ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾക്കില്ല. ബൈബിൾ ഇസ് ഇനഫ്. ബൈബിൾ ഇന്റർപ്രറ്റ്സ് ഇറ്റ്സെൽഫ്. ബൈബിൾ ടെൽസ് ഹൂ റിയലി ജീസസ് വാസ്. ജീസസ് ആരാണെന്ന് ബൈബിൾ പറയുന്നു. ഈസ ആരാണെന്ന് ഖുറാൻ പറയുന്നു. ആ ഈസയെ പറ്റി ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ആദം ഇവിടെ വന്നിട്ട് ഞങ്ങളോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. താങ്കൾക്ക് ഇപ്പൊ ആകെ കൺഫ്യൂഷനാണ്. താങ്കൾ വിശ്വസിക്കാത്ത കാര്യം കാശ്മീരി പോയി നിർത്തുന്ന പുസ്തകത്തിൽ എഴുതി. ഇനി ആദം ഇന്ത്യയിലാണെന്ന് നിങ്ങളുടെ ഹദീസിൽ പറയുന്നില്ലേ? ആദം ഹവ്വ ഇല്ല, ആദമും ഇണയും വീണത് താഴേക്കാണ്. അവർ പോയത് ശ്രീലങ്കയിലാണെന്നും പറഞ്ഞ് അവിടെ കബർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലാണെന്നും പറഞ്ഞ് അവിടെയും കബറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാകിസ്ഥാനിലും ഉണ്ട് ആദമിന്റെ കബർ, അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്, ഇറാൻ ഇറാഖിലൊക്കെ കബറുകൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ആദാമിന്റെ. അപ്പൊ എത്ര ആദം ഉണ്ടായിരുന്നു? എത്ര നബിമാർക്കാണ് കബറുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ശ്രീലങ്കയിലുണ്ട് ആഡം ബ്രിഡ്ജ്. ആ അതെന്താണ്? അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ശ്രീലങ്കയിൽ ആദം ബ്രിഡ്ജ് ഉണ്ട്, പാകിസ്ഥാനിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോ ഈ ഈസാ നബി അവിടെ പോയിട്ടുണ്ടോ? ഖുറാനിലെ ഈസാ നബി കാശ്മീരി പോയിട്ടുണ്ടോ? So you have to think logically, Adam. മാഡം, You got a brain to think properly. ഞാനുണ്ടെന്ന് പറഞ്ഞില്ല. ഈ ലോസ്റ്റ് ഇയേഴ്സ് വെച്ചിട്ട് ഇവിടെ ഒരു പുസ്തകം. ഏത് ലോസ്റ്റ് ഇയേഴ്സിനെ പറ്റിയാ പറയുന്നത്? ഏതാണ് ലോസ്റ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത്? ലോസ്റ്റ് ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഉള്ളത്. അത് ബൈബിളിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അവിടെ ലോസ്റ്റ് ഇയേഴ്സ് ഒന്നും ബൈബിൾ പറയുന്നില്ലല്ലോ. അത് ഈസായിക്കുണ്ടോ ചോദിക്കില്ലേ സിസ്റ്റർ? ഞാൻ ചോദിച്ചു ആ കാര്യം. ഈസായിക്കുണ്ടോ ലോസ്റ്റ് ഇയേഴ്സ്? അത് പറയുന്നില്ല. അല്ല, ബൈബിളിൽ ലോസ്റ്റ് ഇയേഴ്സ് ഒന്ന് കാണിക്കാമോ? താങ്കൾക്കൊന്ന് കാണിക്കാമോ? യു ഷോ മീ ദ ലോസ്റ്റ് ഇയേഴ്സ്. ലോസ്റ്റ് ഇയേഴ്സ് കാണിക്കാവുന്നുള്ളതല്ല, 12 വയസ്സ് മുതൽ വരുന്ന കാര്യങ്ങളൊന്നും. താങ്കളാണ് വാദം വെച്ചത് ആഡം. യു സെഡ് ദേർ ആർ ലോസ്റ്റ് ഇയേഴ്സ്. ഒരു ആരാധനാലയത്തിൽ വെച്ച് യേശുവിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട അല്ല അതിനിടയ്ക്ക് വചനമുണ്ട്. എവിടെയാണ്? താങ്കൾ വെൻ യു make a statement, you should tell where it is. ഒരു അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, എവിടെയാണ് 12 വയസ്സിലെ കാര്യം എവിടെ എഴുതിയിരിക്കുന്നത് താങ്കൾക്ക് അറിയാമോ? ഞാനൊരു കേട്ട ഓർമ്മയാണ്. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഏതൊരു സംഭവം പറയുന്നുണ്ട്. കെട്ടുകേൾവിയാണല്ലേ? ആഡമിന് മൊത്തം കേൾവിയാണ്. ഒറ്റ കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഉറപ്പില്ല. നമുക്ക് വായിച്ചു കണ്ടെത്താൻ പറ്റുമോ മാഡം? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ചോദിക്കുന്നത് ആഡം വെക്കുന്ന കാര്യത്തിന് ആഡം തെളിവ് തരണം. You should give proof for anything that you speak. മാഡം, ലോസ്റ്റ് ഇയേഴ്സ് നിങ്ങൾ ഗൂഗിളിൽ എവിടെ കൊടുത്താലും അത് മിസ്റ്ററീസ് ഇയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ലോസ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞുണ്ടല്ലോ പുസ്തകങ്ങൾ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കുന്നത് വല്ലവനും ലോസ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയാൽ ആദ്യം പോയി ബൈബിളിൽ നോക്കണം. അങ്ങനെ ലോസ്റ്റ് ഇയേഴ്സിനെ പറ്റി പറയുന്നുണ്ടോ?
ഈ ബൈബിൾ അറിയാത്ത ഒരുപാട് പേര് യേശു ക്രിസ്തുവിനെ പറ്റി പുസ്തകങ്ങളും സിനിമ വരെ ഇറക്കിയിട്ടുണ്ട്. എന്തെല്ലാം സിനിമ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം സത്യമാണോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഏതായാലും യു ഗോ ആൻഡ് ചെക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇത് യാതൊരു വിധത്തിലുള്ള എന്ത് ശബ്ദം? മൈക്ക് മ്യൂട്ട് ചെയ്യോ? ആദ്യം മൈക്ക് മ്യൂട്ട് ചെയ്യോ? എന്താണ് ഒരു ശബ്ദം വന്നത്? മനസ്സിലായില്ല. ഐ തിങ്ക് ഓക്കെ, ഇവിടെ താഴെ ഇരിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങളും ഇനി കേട്ടെന്ന് വരും. ലോസ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ കള്ളന്മാര് ഓരോ തിയറിയൊക്കെ ഉണ്ടാക്കി പുസ്തകങ്ങളും സിനിമയും ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ വായിക്കാം. 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം 49 യേശു അമ്മയോട് ചോദിക്കുകയാണ്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന്, കേട്ടോണം, പിന്നെ അവൻ 12 വയസ്സുള്ള കുഞ്ഞ് അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? ഈ 12-ാം വയസ്സിൽ ഈ സംഭവത്തിന് ശേഷം തന്റെ 30-ാം വയസ്സുവരെ എന്ത് ചെയ്തു? അവർക്ക് കീഴടങ്ങി ഒരു മകന്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്ത് ഈ അമ്മ ഈ കാര്യങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും, ഹി ഗ്രൂ ഇൻ വിസ്ഡം ആൻഡ് സ്റ്റാച്ചർ, ശരീരം വളർന്ന് വലുതായി ഒരു യൗവനക്കാരനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഹി ഗ്രൂ അപ്പ് into an adulthood, staying under his parents' care. Is it clear? ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഓടിപ്പോയി എന്നോ കാണാതെ പോയി എന്നോ? അല്ല മാഡം, ഇതിന്റെ ഇടയിലുള്ള ഒരു ജീവിതത്തിലെ ഞാൻ ചോദിച്ചത് ഉത്തരം പറയൂ. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ കാണാതെ പോയി ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ മുതിർന്നു വന്നു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പറഞ്ഞു പോകുന്നതല്ലേ ഉള്ളൂ. നമ്മളാവുമ്പോ അതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും മനുഷ്യന്റെ ജീവിതത്തില്. അപ്പൊ ഇമാജിനേഷൻ അവിടെ ഇടണ്ട, ക്ലിയർ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഇമാജിനേഷൻ ഇവിടെ ചേർത്തിട്ട് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മുതിരുകയാണ്, ശരീരം കൊണ്ടും ജ്ഞാനത്തിലും വളർന്നു, കീഴടങ്ങി ഇരുന്നു. മാതാപിതാക്കൾക്ക് ആദം ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആദം ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഉത്തരം തരുമ്പോൾ താങ്കളുടെ ആറ്റിറ്റ്യൂഡ് നോക്കൂ. ഇവിടെ ഈ വചനങ്ങൾ കൊണ്ട് ഇവിടെ തെളിവാകുകയാണ്, എവിടെയും ഓടിപ്പോയില്ല. അവിടെ തന്നെ ആ നാട്ടിൽ തന്റെ മാതാവിന്റെ തന്റെ കുടുംബത്തിന്റെ കൂടെ തന്നെയാണ് ജീവിച്ചത്. വളർന്നു, ജ്ഞാനത്തിലും വളർച്ചയിലും ശരീരം കൊണ്ടും വളർന്നു വലുതായി എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഈ ആളെ കാണാതെ പോയിരുന്നെങ്കിൽ, യേശു ക്രിസ്തു അവിടെ നിന്ന് എവിടെയെങ്കിലും ഇന്ത്യയിൽ പോയിരുന്നെങ്കിൽ ഇവിടെ എഴുതാതിരിക്കുമോ? ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ ക്ലിയർ ആണ്. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ദാറ്റ് മീൻസ് ഹി വാസ് നോട്ട് ആൻ ആന്റി സോഷ്യൽ. ഹി വാസ് നോട്ട് ഇങ്ങനെ പോയിട്ട് കലഹം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഒന്നും നിന്നില്ല. ഒരു നല്ല പുത്രനായി മനുഷ്യരോട് സഹകരിച്ചും മനുഷ്യരുടെ കൃപയിലും അന്യോന്യം സഹകരിച്ചു ഒരു നല്ല കുട്ടിയായിട്ട് നല്ല മനുഷ്യനായിട്ടാണ് ജീവിച്ചത് ഈ കാലം. പിന്നീട് പറയുന്നത് താൻ പ്രായപൂർത്തിയായതിനു ശേഷം ഉള്ള കാര്യങ്ങൾ, യോഹന്നാൻ സ്നാപകന്റെ കാര്യങ്ങളാണ് പിന്നെ അടുത്ത ചാപ്റ്ററിൽ തുടങ്ങുന്നത്. അപ്പൊ പ്രായപൂർത്തിയാവുന്നത് വരെ തന്റെ വീട്ടിൽ
തന്റെ കുടുംബത്തോടൊത്ത് ജീവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ലോസ്റ്റ് ഇയേഴ്സ് എന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് വെറുതെ അതും ഇതും പറയുന്നത്? ആദ്യം ബൈബിൾ ഒന്ന് വായിച്ചു മനസ്സിലാക്കുക ആഡം. ഞാൻ താങ്കൾ ചോദിച്ചു എവിടെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇത് കാണിച്ച ഉടനെ താങ്കളുടെ റിയാക്ഷൻ തന്നെ റോങ് ആണ്. ദ വേ യു റിയാക്ട് ഇസ് നോട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ വെറുതെ വന്നിട്ട് താങ്കൾ ഈ പ്രതിവാദം ഉന്നയിക്കാൻ വേണ്ടി മാത്രമാണോ വരുന്നത്, അതോ അറിയാനായിട്ട്?